ഒപ്പം അദ്ദേഹത്തിന് ഉപഹാരം സമ്മാനിക്കുന്നതിനായി ശ്രീ ഗോകുലം മൂവീസിന്റെ അമരക്കാരൻ ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ സിബി മലയിൽ, ഒപ്പം ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ ശ്രീ ഗോകുലം മൂവീസിന്റെ ശ്രീ കൃഷ്ണമൂർത്തി, RP ഇലുമിനേഷൻസിന്റെ മിസ് ദുർഗ ഉണ്ണികൃഷ്ണന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നെങ്കിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. താങ്ക് യു. ലാൽ സർ ദയവായി തുടർന്നും വേദിയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അതിഥികൾ സദസ്സിലേക്ക് ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു സർ. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. പ്രതിച്ഛായ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ജോണറിൽ ഒരു ചിത്രം വരുമ്പോൾ ഇതിനെക്കാട്ടിലും മികച്ച മറ്റൊരു പേരുണ്ടോ എന്ന സംശയമാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആൻസറിൽ എന്താണ് ഈ അവസരത്തിൽ സംസാരിക്കണമെന്ന് കേൾക്കാൻ തന്നെയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം. വളരെ മനോഹരമായ ട്രെയിലർ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ സിനിമയുടെ പേര് പ്രതീക്ഷായ. അങ്ങയുടെ പ്രതിച്ഛായക്ക് ഒരു മകനും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല. അത്രയും മനോഹരമാണ്. കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ 5 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെ. പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ മോശക്കാരെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ്. 2-3 ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇമോഷൻസ് അവർക്കൊരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ആൾക്കാർ. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ്. അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. പക്ഷെ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകൾ ഞാൻ അഭിനയിച്ചത് എൻ്റെ തുടക്കം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സിനിമയുടെ സിംഗിൾ ക്യാരക്ടർ. അത് അതിശക്തനായ വളരെ നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബ്രില്യൻ്റ് ഫിലിമാണ്. ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു.
രക്തവും ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഒരു കാർഷിക നടത്തിയെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഗോപാലൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ വിഷനുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കട്ടെ. എൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സഹായം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. പ്രതീക്ഷായ താങ്ക് യു.